السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا الأمين وعلى آله وأصحابه أجمعين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بيدي قلت هيلتي أدركني يا حبيب الله، وليس لي أمل نلقى الأليم به سوى محبتك العظمى وإيماني. ومتى أفوز بنظرة يا سيدي، ومتى أكحل من ثراك جفوني. بسم الله الرحمن الرحيم. يا أيها الذين آمنوا صدق الله العلي العظيم، وصدق وبلغ نبيه الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. സമാദരണീയരായ ഉസ്താദുമാർ, ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹജനങ്ങൾ, മറ്റ് പ്രിയമുള്ളവരെ, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSF തൃത്താല ഡിവിഷൻ സ്റ്റുഡൻസ് കോൺഗ്രസിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട പ്രഭാഷണവേദിയിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിപൂർണമായി നമ്മിൽ നിന്നും സ്വീകരിക്കുകയും പാരത്രിക ലോകത്ത് സന്തോഷകരമായ സാഹചര്യത്തിന് ഉപകാരപ്പെടും വിധത്തിൽ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ വരാനിരിക്കുന്ന സ്റ്റുഡൻസ് കോൺഗ്രസ് വളരെ പ്രൗഢമായി അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളും അണിയറ പ്രവർത്തനങ്ങളുമെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വിശ്വാസികളിലേക്ക് വിശുദ്ധമായ സത്യമതത്തിൻ്റെ സുന്ദരമായ സന്ദേശങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ നമ്മളിങ്ങനെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒത്തുകൂടിയത് ഇരുലോകത്തും വിജയിക്കുവാനുള്ള ഒരു കാരണമായി നമ്മിൽ നിന്നും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നിലനിൽക്കുന്ന നമ്മുടെ പുതിയ ലോകക്രമം ഒരുപാട് അസ്വസ്ഥതകളാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിസന്ധികളിലൂടെ ആധുനിക ലോകക്രമം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉത്തരം ലഭിക്കാത്ത
നിരവധി ചോദ്യങ്ങൾക്ക് നടുവിൽ മനസ്സാക്ഷി അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആഗോളതലത്തിൽ 2020 സമ്മാനിച്ച COVID-19 എന്ന ആധുനിക മനുഷ്യവ്യവഹാരത്തെ ഒരു പരിധിവരെ നിശ്ചലമാക്കുകയും മനുഷ്യന്റെ നിയന്ത്രണങ്ങൾക്കപ്പുറത്ത് സ്വപ്നം കാണുക പോലും ചെയ്യാത്ത പല കാര്യങ്ങളും സംഭവിക്കുകയും ചെയ്ത ഒരു നൂറ്റാണ്ടിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആഗോള രാഷ്ട്രീയ രംഗത്ത് തീവ്രമായ വികാരങ്ങൾ പങ്കുവെക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ അധികാര കസേര പിടിച്ചടക്കുകയും അസമാധാനത്തിൻ്റെയും അശാന്തിയുടെയും നിരന്തരമായ വർത്തമാനങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വരികയും ചെയ്യുകയാണ്. ഫ്രാൻസ് എന്ന് പറയുന്ന യൂറോപ്പിലെ ഒരു രാഷ്ട്രം കേവലം അപൂർവമായി തിരഞ്ഞെടുക്കപ്പെട്ടതല്ല അവിടുത്തെ പ്രസിഡന്റായി ഇമ്മാനുവൽ മാക്രോൺ. മറിച്ച് ലോകത്തിൻ്റെ തന്നെ ഔദ്യോഗികമായ പൊതുവികാരവും നിലവിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമായ സ്ഥിതിവിശേഷവും അത്തരത്തിലുള്ളതാണ് എന്നറിയുമ്പോൾ നമ്മുടെ സങ്കടത്തിന് ആക്കം കൂടുകയാണ്. സമാധാനം ആഗ്രഹിക്കുന്ന ലോകത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ അസമാധാനത്തിൻ്റെയും അശാന്തിയുടെയും വിളനിലമായി ലോകം മാറുന്ന കാഴ്ച എത്രമേൽ മനസ്സങ്കോചത്തോടെയാണ് നമുക്ക് നോക്കിക്കാണാൻ കഴിയുക. സാമ്പത്തിക രംഗം, സാംസ്കാരിക രംഗം, മതരംഗം എന്നിങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ജീർണതകളും അപജയങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിഹാരങ്ങളുടെയും പ്രശ്നങ്ങൾ എങ്ങനെ പരിഹാരം തേടാം എന്നതിനെക്കുറിച്ച് മനുഷ്യൻ നിരന്തരമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. COVID-19 സൃഷ്ടിച്ചെടുത്ത സാമ്പത്തികമായ പ്രതിസന്ധി, അതിനു മുന്നേ തുടങ്ങിയ ആഗോളതലത്തിൽ മുഴുവൻ അലയടിച്ച സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് എങ്ങനെ കരകയറാം എന്ന് മനുഷ്യൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ഇന്ത്യ മഹാരാജ്യം ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ രാഷ്ട്രീയമായ അസ്ഥിരതയും അസമാധാനത്തിൻ്റെയും സംഘർഷങ്ങളുടെയും നിത്യഭൂമികയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച മറുഭാഗത്ത് നമ്മൾ കാണുന്നു. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ പരിസരങ്ങളിൽ നിന്നും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും നാം പരിഹാരത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു എന്നുള്ളതാണ് ആനുകാലികമായ ഏറ്റവും വലിയ വിശേഷം. മനുഷ്യൻ എന്നും സമാധാനത്തിൻ്റെ കാംക്ഷിയാണ്, സമാധാനത്തെ ആഗ്രഹിക്കുന്നവരാണ്. ഈ മനുഷ്യന് മുമ്പാകെ ഇത്തരം അസ്വസ്ഥതകളും അസമാധാനങ്ങളും മാത്രം കടന്നു വരുമ്പോൾ സ്വാഭാവികമായും പരിഹാരത്തിൻ്റെയും എങ്ങനെ നല്ല ജീവിതം സാധ്യമാക്കാം എന്ന ഒരാലോചനയും മനുഷ്യർ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് പ്രിയമുള്ളവരെ, ഇങ്ങനെയൊരു പ്രത്യേകമായ സവിശേഷമായ സന്ദർഭത്തിലാണ് വിശ്വാസികളായ മുഅ്മിനീങ്ങളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ പുതിയ ലോകക്രമത്തിൽ നിന്നും നമ്മുടെ വിശ്വാസ പരിസരത്തു നിന്നും നാം ചിന്തിക്കുമ്പോൾ അതിജീവനത്തിൻ്റെയും മുന്നേറ്റത്തിൻ്റെയും നവജാഗരണത്തിൻ്റെയും വഴികൾ നമ്മൾ എങ്ങനെയാണ് തേടിപ്പിടിക്കേണ്ടത്? വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം കോവിഡ് ഉൾപ്പെടെയുള്ള സാമ്പത്തികമായ ദാരിദ്ര്യാവസ്ഥ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയമായ അസ്ഥിരത ഉൾപ്പെടെയുള്ള ഈ പ്രശ്നങ്ങളെല്ലാം പ്രശ്നങ്ങളാണോ?
ഇതാണോ നമ്മെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അതിജീവനത്തിൻ്റെയും നമ്മുടെ നവജാഗരണവും സംഭവിക്കേണ്ടതെങ്ങനെയാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വിശുദ്ധമായ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധമായ ഒരു പ്രത്യയ ശാസ്ത്രത്തെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച ഇസ്ലാം വളരെ കൃത്യമായി ഓരോ കാലഘട്ടത്തിലും ആധുനികത സമ്മാനിക്കുന്ന വിപത്തുകളെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെയാണ് മുന്നോട്ടു പോകേണ്ടത് എന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വരുന്നത്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവെച്ച നിർദ്ദേശങ്ങളുടെയും ആത്മീയമായ ഉപദേശങ്ങളുടെയും വഴിയിലേക്ക് നാം കടന്നു വരുമ്പോൾ, അവിടെ നിന്നുകൊണ്ട് നാം ചിന്തിക്കുമ്പോൾ ഭൗതികമായ ഇത്തരം പ്രശ്നങ്ങളൊന്നും നമുക്കൊരു പ്രശ്നങ്ങളല്ല എന്ന ഒരു നിഗമനമാണ് നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം, വിശ്വാസലോകം മഹാനരായ ആദം അലൈഹിസ്സലാം മുതൽ ഇവിടെ നിലനിൽക്കുന്നു. വിവിധ നാഗരികതകളും വിവിധ സമൂഹങ്ങളുമെല്ലാം ഇവിടെ കടന്നുപോയി. അവിടെയെല്ലാം ഓരോ ഇസ്ലാമിക സമൂഹവും എങ്ങനെയാണ് അതിജീവിച്ചത്? അവരെല്ലാവരും അതിജീവിച്ചത് ഭൗതികമായ രമ്യഹർമ്മങ്ങളുടെ ഗർവ് പറഞ്ഞുകൊണ്ടല്ല, ഭൗതികമായ മറ്റ് സാമ്രാജ്യങ്ങളുടെയും മറ്റ് സ്ഥിതിവിശേഷങ്ങളുടെയും ഫീച്ചേഴ്സ് അവകാശപ്പെട്ടുകൊണ്ടല്ല. ഇസ്ലാമിക സമൂഹത്തിന് ഒരു കാലത്തും സുസ്ഥിരമായ ഒരു ഭരണ സംവിധാനം ഇവിടെ നിലനിന്നിരുന്നില്ല. മറിച്ച് ഒരു വലിയ ഭരണകൂടം എന്ന അർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹം ഇവിടെ ഒരിക്കലും നിലനിന്നിട്ടില്ല. കേവലമായ മാതൃകാപരമായ ചില വർഷങ്ങളുടെ ഭരണ സമ്പ്രദായം മാത്രമേ ഇസ്ലാമിന് അവകാശപ്പെടാനുള്ളൂ. മറിച്ച് എങ്ങനെയാണ് പ്രിയമുള്ളവരെ വിശ്വാസലോകം അതിജീവനത്തിന്റെയും മുന്നേറ്റത്തിന്റെയും ചരിത്രപരമായ ഗാഥകൾ ഇവിടെ രചിച്ചത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മത്തി ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ എന്ന ഒരു അടിസ്ഥാനത്തിലേക്ക് നമ്മൾ വരേണ്ടത്. അതിന്റെ ലളിതമായ സാരം ഇങ്ങനെയാണ്: മുൻഗാമികളായ സച്ചരിതരായ മഹാന്മാർ അവര് ഏത് മാർഗത്തിലൂടെ സഞ്ചരിച്ചപ്പോഴാണ്, ഏത് പാന്താവിലൂടെ സഞ്ചരിച്ചപ്പോഴാണ് അവർക്കെല്ലാവർക്കും വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കാൻ കഴിഞ്ഞത്? ആ മാർഗത്തിലേക്ക് നമ്മൾ വരിക, അത് മാത്രമാണ് പരിഹാരമായുള്ളത് എന്നാണ് വിശുദ്ധമായ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ മുന്നിൽ ഭൗതികമായ ധാരാളം പ്രശ്നങ്ങൾ നമുക്കെല്ലാ കാലത്തും അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഓരോ സമൂഹത്തിനും അതത് കാലഘട്ടത്തിലെ ആധുനികത നൽകിയ വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് നടന്നിട്ടുള്ളത്. പുതിയ കാലത്ത് നാം നേരത്തെ പറഞ്ഞതും പറയാത്തതുമായ മുഴുവൻ പ്രതിസന്ധികളും ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച്, ഒരു വിശ്വാസികളായ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമല്ല എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ഒരു വേദിയിൽ വെച്ച് ഏറ്റവും അടിസ്ഥാനപരമായ ഒരാലോചനക്ക് നാം നിർബന്ധിതമായും തയ്യാറാകേണ്ടതുണ്ട്. ഇസ്ലാമിക സമൂഹത്തിന്റെ പുരോഗതിയും ഇസ്ലാമിക സമൂഹത്തിന്റെ അതിജീവനത്തിന്റെയും മുന്നേറ്റത്തിന്റെയും ചരിത്രം അവരുടെ ഈമാനികമായ ദൃഢതയുടെയും അവരുടെ വിശ്വാസപരമായ സുദൃഢതയുടെയും അടിസ്ഥാനത്തിലാണ് എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം നമ്മളോട് പറയുന്നത്. മഹാന്മാരായ ആളുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും: ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതന. നിശ്ചയം
അള്ളാഹുവിന് ബുദ്ധിമാന്മാരായ ദാസന്മാരുണ്ട്. അവരെങ്ങനെയാണ് ബുദ്ധിമാന്മാരായത്? അവരെങ്ങനെയാണ് ദൈക്ഷണികതയുടെയും ബുദ്ധികൂർമ്മയുടെയും ഏറ്റവും ഉന്നതമായ വിലാസത്തിലേക്ക് അവരെത്തിയത്? ത്വല്ലഖുദ്ദുന്യാ വഖാഫുൽ ഫിതന. ത്വല്ലഖുദ്ദുന്യാ, അവർ നശ്വരമായ ഈ ഭൗതികമായ ലോകത്തിനോട് വിടുതി പ്രഖ്യാപിച്ചവരാണ്. ഈ ലോകത്തേക്ക് അവർ രാജി എഴുതി കൊടുത്തവരാണ്. എന്നിട്ടോ വഖാഫുൽ ഫിതന, അവർ ഭൗതികമായ ലോകത്തിന്റെ സുഗാഡംബരങ്ങളെയും ഇവിടുത്തെ രമ്യഹർമ്മങ്ങളെയും ഇവിടുത്തെ ഭൗതികമായ സൗകര്യങ്ങളെ മുഴുവൻ അവർ മനസ്സിൽ താലോലിക്കാതെ മനസ്സിൽ നിന്നും ഇറക്കി വെച്ചുകൊണ്ട് വഖാഫുൽ ഫിതന, അവർ ഈ ഭൗതികമായ ലോകത്തിന്റെ പ്രലോഭനങ്ങളെ അവർ പേടിച്ചു. അവരെന്തിനാണ് പേടിച്ചത്? ഞാൻ ഒരു 60 വർഷമാണ് ഇവിടെ ജീവിക്കുക, ഒരു 70 വർഷമാണ് ഇവിടെ അള്ളാഹു എനിക്ക് ആഫിയത്ത് തന്നാൽ എനിക്ക് ജീവിക്കാൻ കഴിയുക. അതുകൊണ്ട് ഈ 60 വയസ്സ് 70 വയസ്സിനപ്പുറം എനിക്കൊരു വലിയ ലോകം നേരിടാനുണ്ട്. ആ ലോകം എന്ന് പറയുന്നത് 60 വയസ്സല്ല, 70 വയസ്സല്ല, 7000 വയസ്സല്ല, 70,000 7 ലക്ഷമല്ല, 7 കോടിയല്ല. അതിലപ്പുറം ഞാൻ ഇങ്ങനെ ഇവിടെ നിന്ന് കോടി 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 എന്ന് പറഞ്ഞ് എത്രത്തോളം എനിക്ക് പറയാൻ കഴിയുമോ അതിനേക്കാൾ അപ്പുറമുള്ള വലിയ ഒരു ലോകത്തേക്ക് വേണ്ടി ഞാൻ തയ്യാറാവുകയാണ് എന്ന നിശ്ചിതമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് ജീവിച്ചപ്പോൾ നളറൂ ഫീഹാ ഫലമ്മാ അലിമൂ, നളറൂ ഫീഹാ ഫലമ്മാ അലിമൂ, നളറൂ ഫീഹാ, ഈ ഭൗതികമായ ലോകത്തിന്റെ എല്ലാത്തിന്റെയും യാഥാർത്ഥ്യമായ ബോധങ്ങളിലേക്ക്, ഈ ഭൗതികമായ ലോകത്തിന്റെ ആന്തരികമായ അർത്ഥങ്ങളിലേക്ക് അവർ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി അന്നഹദ്ദുന്യാ ലൈസത ലിഹയ്യിൻ വതന, അന്നഹദ്ദുന്യാ ലൈസത ലിഹയ്യിൻ വതന, ഇവിടെ ഭൗതികമായ ഈ ജീവിതം കേവലമായ ഒരു ജീവിതമാണ്. ഈ ഭൗതികമായ ജീവിതം എന്ന് പറയുന്നത് ശാശ്വതമായ ജീവിതമല്ല, ടെമ്പററി ആയ ഒരു ലൈഫ് മാത്രമേ ഇവിടെ ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ ജീവിച്ചു എന്ന് പറയുന്നവർ നാളെ മരിക്കേണ്ടവരാണ്. ഇവിടുത്തെ ഇന്നത്തെ യുവത്വം നാളത്തെ വാർദ്ധക്യമാണ്. ഇവിടുത്തെ എല്ലാ പച്ചപ്പും നാളെ മുരടിച്ച് അവസാനിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ ജീവിച്ചു എന്ന് പറയുന്നവരെല്ലാം നാളെ മരിക്കേണ്ടവരാണ്. അവരുടെ ആയുസ്സിന്റെ ദൈർഘ്യത്തിൽ ചെറിയ ഏറ്റവ്യത്യാസം ഉണ്ടാകും എന്നതൊഴിച്ചാൽ ഇവിടുത്തെ ജീവിതം കേവലമായ ഒരു ജീവിതമേ ഇവിടെയുള്ളൂ എന്ന രീതിയിലേക്ക് മഹാന്മാരായ ആളുകൾ ചിന്തിച്ചപ്പോൾ, മഹാന്മാരായ ആളുകൾ മനസ്സിലാക്കിയപ്പോൾ നളറൂ ഫീഹാ ഫലമ്മാ അലിമൂ, ഈ ഭൗതികമായ ലോകത്തിന്റെ ഉള്ളറകളിലേക്ക്, ആത്യന്തികമായ ശരികളിലേക്ക് അവർ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി അന്നഹാ ലൈസത് ലിഹയ്യിൻ വതന, ഈ ഭൗതികമായ ലോകം കേവലമായ ലോകമാണ്. ഇവിടെ ഇന്ന് ജീവിച്ചു എന്ന് പറയുന്നവർ നാളെ മരിക്കേണ്ടവരാണ്. ഇവിടുത്തെ എല്ലാ യുവാക്കളും നാളത്തെ വൃദ്ധന്മാരാണ്. ഇവിടെ ഇന്ന് പൊന്തി നിൽക്കുന്ന അമ്പരച്ചുംബികളായ രമ്യഹർമ്മങ്ങൾ മുഴുവൻ നാളെ അവശേഷിക്കുന്നതല്ല. ഈ ഭൗതികമായ ലോകത്തിന്റെ എല്ലാ സമവാക്യങ്ങളും നാളെ അസ്തമിക്കാനുള്ളതാണ്. ഇവിടുത്തെ എല്ലാ രമ്യഹർമ്മങ്ങളും അമ്പരച്ചുംബികളായ നിർമ്മാണങ്ങളും എല്ലാം അവസാനിക്കുന്നതാണ്. അതുകൊണ്ട് മഹാന്മാരായ ആളുകൾ മനസ്സിലാക്കി ജഅലൂഹാ ലുജ്ജതൻ വത്തഖദൂ സ്വാലിഹൽ അഅമാലി ഫീഹാ സുഫുനാ, ഈ ഭൗതികമായ ലോകം
ഈ ഭൗതികമായ ലോകത്തിന്റെ കേവലമായ ജീവിതത്തിൽ അവര് സൽപ്രവർത്തനങ്ങളാകുന്ന സൽപ്രവർത്തനങ്ങൾ കൊണ്ട് സമ്പന്നമാക്കി അല്ലാഹുവിലേക്ക് നാളെ മടങ്ങുമ്പോൾ അല്ലാഹുവിന്റെ സമക്ഷത്തിൽ എനിക്ക് വലിയ വിലാസം വേണം എന്ന് ചിന്തിച്ചു. അതുകൊണ്ടെന്റെ പ്രിയമുള്ള വിശ്വാസികളെ, എന്റെ സ്നേഹജനങ്ങളെ, അചഞ്ചലമായ വിശ്വാസത്തിലൂടെ അല്ലാഹുവിലേക്ക് അടുത്ത മഹാന്മാർ, അവർക്ക് ലോകത്ത് വലിയ വിലാസമുണ്ട്. അവർക്ക് ലോകത്ത് അവരെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ യാഥാർത്ഥ്യ ബോധത്തിന്റെ മനസ്സോടുകൂടി അവരങ്ങ് സമീപിച്ചപ്പോൾ അവർക്ക് വലിയ വിലാസം ലഭിച്ചുപോയി. കണ്ടോ നിങ്ങൾ, മഹാനായ ഖാജാ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ, വഫാത്തായി പോയ മഹാനാണ് ആ ഖാജാ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോൾ ഇന്ന് എല്ലാ വിശ്വാസികളും ഒരു പ്രത്യുത്തരം നൽകുകയാണ്. റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനായ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചു പോയ മഹാനാണ്. ആ മഹാനവറുകളുടെ പേര് ഈ ആധുനിക യുഗത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും കേൾക്കുമ്പോൾ വിശ്വാസികളുടെ മനസ്സിൽ നിന്ന് തർളിയത്തിന്റെ പ്രത്യുത്തരം വരികയാണ്. അതെന്തുകൊണ്ടാണ്? അവര് അല്ലാഹുവിന്റെ അടുക്കൽ വിജയിച്ചവരാണ്. അവര് ഭൗതികമായ മാനദണ്ഡത്തിൽ രമ്യഹർമ്മങ്ങളുടെ നിർമ്മാണം നടത്തിയിട്ടില്ല. അവർ ഭൗതികമായ മാനദണ്ഡത്തിൽ ചിലപ്പോൾ സാമ്പത്തികമായി പിന്നിലായിരിക്കാം. പക്ഷേ ഈ ലോകത്തിന്റെ അധിപൻ, ഈ പ്രപഞ്ചത്തിന്റെ അധികാരിയായ ആ അല്ലാഹുവിന്റെ അടുക്കൽ അവർക്ക് വലിയ സ്ഥാനം ലഭിച്ചുപോയി. അതുകൊണ്ടെന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, നമ്മൾ കടന്നു വരേണ്ടത് എവിടേക്കാണ്? മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു എന്തിനാണ് ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുള്ളത്? ഈ ലോകത്ത് കുറെ പ്രത്യയശാസ്ത്രങ്ങൾ പഠിപ്പിക്കാനാണോ? അല്ല. കുറെ സിദ്ധാന്തങ്ങളുടെ ഉട്ടോപ്യൻ തിയറികൾ അവതരിപ്പിക്കാനാണോ? അല്ല. മറിച്ച് ഈ ലോകത്തെ മുഴുവനും, ഈ ആകാശഗംഗയുടെയും ഭൂമി ലോകത്തെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെയും മുഴുവൻ അധിപനായ അല്ലാഹു റബ്ബുൽ ആലമീൻ, ആ അല്ലാഹു നിയോഗിച്ച മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനാണ് ലോകത്തേക്ക് കടന്നു വന്നത്? ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും നന്മയിലേക്ക് നയിക്കാനാണ്. ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും ഇഹപര വിജയത്തിന് വേണ്ടിയാണ്. അങ്ങനെയുള്ള മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പ്രബോധനം ചെയ്ത, ദഅവത്ത് ചെയ്ത ഈമാൻ എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക്, ആ തലത്തിന്റെ പ്രാഥമികമായ വാതിലിലേക്ക് കടക്കാൻ ഭാഗ്യം ലഭിച്ചവരല്ലേ ഞാനും നിങ്ങളും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, മഹാന്മാരായ മുൻഗാമികൾ ഏത് മാർഗത്തിലൂടെയാണോ വിജയിച്ചത്, ആ മാർഗത്തിലാണ് നമ്മുടെയും വിജയത്തിന്റെ മാർഗമുള്ളത്. അതുകൊണ്ട് മുൻഗാമികളായ മഹാന്മാരും സച്ചരിതരായ മുൻഗാമികളെല്ലാം വിജയിച്ചത് ഏത് മാർഗത്തിലാണെന്നറിയുമോ? അവരുടെ വിജയത്തിന്റെ ഏറ്റവും പ്രാഥമികമായ, ഏറ്റവും അടിസ്ഥാനപരമായ സംഗതി കിടക്കുന്നത് എവിടെയാണ്? അൽ ഈമാനു ബില്ലാഹ്.
അൽ ഈമാനു ബില്ലാഹ്. അല്ലാഹ് എന്ന ഒരു ശക്തി ഈ ലോകത്തുണ്ട്. നമുക്ക് വിശന്നാൽ ഭക്ഷണം തരുന്നവൻ, നമ്മെ ചെറുപ്രായത്തിൽ പോറ്റി വളർത്തുന്നവൻ, നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോഴും നമ്മെ സുരക്ഷിതമായി സംവിധാനിച്ച, നമുക്ക് സമ്പൂർണമായ സുരക്ഷിതത്വം നൽകിയ, നമ്മുടെ ജീവന്റെ അറ്റം വരെ നമ്മെ പരിപാലിക്കുന്ന ഈ പ്രപഞ്ചാധികാരിയായ അല്ലാഹുവിനെ വിശ്വസിക്കണം എന്നതാണ്. അറിയുമോ, മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവിടുന്ന് മരണാസന്നനായി കിടക്കുമ്പോൾ അവിടുത്തെ മൂത്ത മകൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എത്രയോ പരീക്ഷണങ്ങൾ നേരിട്ട മഹാനാണ്. 40-ലധികം മക്കളുണ്ടായിട്ട് ആ 40-ൽ മഹാഭൂരിപക്ഷം മക്കളും അവിടുത്തെ ജീവിതകാലത്ത് തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാനായ നിരവധി പരീക്ഷണങ്ങൾ നേരിട്ട അള്ളാഹുവിന്റെ അത്യുന്നതമായ വിലാസത്തിലേക്ക് അള്ളാഹു തെരഞ്ഞെടുത്ത മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളോട് മൂത്ത മകൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, കൈഫ അസ്ബഹ്ത യാ അബീ, ഓ പിതാവേ, അങ്ങയുടെ പ്രഭാതം എങ്ങനെയുണ്ട്? അങ്ങേക്കെങ്ങനെയുണ്ട്? അങ്ങയുടെ അസുഖം എങ്ങനെയുണ്ട്? അങ്ങയുടെ അസുഖം ഭേദമുണ്ടോ പിതാവേ? ഉപ്പ, അങ്ങയുടെ ശാരീരിക അസ്വസ്ഥതകൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജമീഉ അളാഇ തുലിമുനി ഇല്ലാ ഖൽബി. മോനെ, എൻ്റെ എല്ലാ അവയവങ്ങൾക്കും വേദനയുണ്ട് മോനെ. എൻ്റെ കൈകാലുകൾ വേദനിക്കുന്നുണ്ട്, എൻ്റെ ശരീരമാസകലം വേദനിക്കുന്നുണ്ട് മോനെ. എനിക്ക് ശാരീരികമായി വലിയ പ്രയാസം നേരിടുന്നുണ്ട് മോനെ. പക്ഷേ ഇല്ലാ ഖൽബി, എൻ്റെ ഖൽബിന് മാത്രം വേദനയില്ല. എൻ്റെ ഖൽബിന് മാത്രം വേദനയില്ല. കാരണം വഖൽബി ഇൻദ റബ്ബി, എൻ്റെ ഖൽബ് അല്ലാഹുവിലാണ്. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചാധികാരിയായ റബ്ബിന്റെ അടുക്കലാണ് എൻ്റെ മനസ്സുള്ളത്. അതുകൊണ്ട് എൻ്റെ ഖൽബിന് വേദനയില്ല എന്ന് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തൻ്റെ സ്വന്തം മകനോട് പറയുമ്പോൾ, എൻ്റെ ഈമാനുള്ള കൂട്ടുകാരെ, അത്രയും വലിയ ഉന്നതമായ സ്ഥാനത്തിലേക്ക് മഹാന്മാരായ ആളുകൾ നടന്നു കയറിയെങ്കിൽ നമ്മുടെ ഈമാനിന്റെ, നമ്മുടെ ചിന്തയുടെ, നമ്മുടെ അർപ്പണത്തിന്റെ വിലാസം എവിടെയാണ്? നമ്മുടെ ചിന്ത എവിടെയാണ്? നമ്മുടെ വിലാസം എവിടെയാണ്? പ്രപഞ്ചാധികാരിയായ റബ്ബിന്റെ മുന്നിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ആദ്യമായി ചൊല്ലുന്ന ദുആഉൽ ഇഫ്തിതാഹ് ഉണ്ടല്ലോ, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ എല്ലാ ചിന്തയും, എൻ്റെ എല്ലാ അർപ്പണങ്ങളും, എൻ്റെ എല്ലാ ലീലാവിലാസങ്ങളും ലില്ലാഹി റബ്ബിൽ ആലമീൻ,
അത് അല്ലാഹുവിനാണ്, അത് അല്ലാഹുവിനങ്ങ് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അൽ ഹിവാറു മഅ റബ്ബിഹി, അല്ലാഹുവുമായുള്ള ആത്മസംഭാഷണത്തിലേർപ്പെടുന്ന ഞാനും നിങ്ങളും നിസ്കാരത്തിലേക്ക് കടക്കുമ്പോ ചൊല്ലുന്നതിതാണ്: ഇന്ന സ്വലാത്തി വ മമാത്തി വ നുസുകി വ മഹ്യായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ എല്ലാം അല്ലാഹുവിനാണ്, എനിക്കൊന്നുമില്ല. എൻ്റെ ഖാലിഖ് അല്ലാഹുവാണ്, എൻ്റെ റാസിഖ് അല്ലാഹുവാണ്, എൻ്റെ എല്ലാം എൻ്റെ റബ്ബാണ്, എൻ്റെ രക്ഷിതാവാണ്. ആ ഒരു ബോധത്തിലേക്ക് നമ്മുടെ മനസ്സ് വരണം. മഹാന്മാരായ ആളുകളെല്ലാം അത്തരമൊരു വിലാസത്തിലേക്ക് നടന്നു വന്നപ്പോൾ അല്ലാഹു വലിയ ഉന്നതമായ സ്ഥാനം അവർക്ക് നൽകിപ്പോയി. മഹാന്മാരായ ആളുകൾ. അതുകൊണ്ട് പ്രിയമുള്ള വിശ്വാസികളെ, പ്രിയമുള്ള ഈമാനുള്ള എൻ്റെ ഉമ്മമാരെ, സഹോദരങ്ങളെ, നമ്മൾ വരേണ്ടത് അൽ ഈമാനു ബില്ലാഹ്. ഈമാൻ എന്ന് പറയുന്ന ഓരോ വിശ്വാസിയുടെയും എൻട്രൻസ്, ആ ഈമാനിന്റെ മധുരം നമുക്ക് അനുഭവിക്കാൻ കഴിയണം. ആ ഈമാനിന്റെ മധുരം എങ്ങനെയാണ് അനുഭവിക്കുക? മൻ കുന്ന സലാസു ഖസ്ലത്തിൻ വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരു വ്യക്തിയിലുണ്ടായാൽ അവന് ഈമാനിന്റെ മധുരം അനുഭവിക്കാമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതിലൊന്നാമത്തേതാണ് അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബു ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും അവന്റെ റസൂലും ഈ മുഅ്മിനായ മനുഷ്യന് അവനേക്കാൾ പ്രധാനമാകണം. എന്റെ ഈമാനുള്ളവരെ, എന്ത് അർത്ഥവത്തായ വാക്യമാണത്, എന്ത് അർത്ഥഗർഭമായ വാക്കാണത്. അല്ലാഹുവും റസൂലും നമ്മളെക്കാൾ, നമ്മുടെ സ്വന്തത്തെക്കാൾ അല്ലാഹുവും റസൂലും പ്രധാനമാകണം. ഇതൊരു ഉട്ടോപ്യൻ തിയറിയല്ലേ? ഇതെങ്ങനെയാണ് സാധിക്കുക എന്ന് നമുക്ക് ഒരുപക്ഷെ നമ്മുടെ കേവലമായ ചിന്ത കൊണ്ട് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ മഹാന്മാരുടെ സച്ചരിതരായ മുൻഗാമികളുടെ ജീവിതം നമ്മുടെ മുന്നിലേക്ക് തരുന്നത് ഇതൊക്കെ വളരെ ലളിതമായി അവർക്ക് കഴിയും. മാത്രമല്ല, ഒരു വിശ്വാസിയുടെ മനസ്സ് പ്രകൃതിപരമായി തന്നെ അല്ലാഹുവിനെ തേടുന്നുണ്ട്. ഒരു വിശ്വാസിയുടെ മനസ്സ് പ്രകൃതിപരമായി തന്നെ അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തേടുന്നുണ്ട്. നമ്മുടെ സ്വന്തം ശരീരത്തെക്കാൾ, നമ്മുടെ ഭവനത്തെക്കാൾ, നമ്മുടെ ഭാര്യമാരെക്കാൾ, നമ്മുടെ ഉപ്പ ഉമ്മമാരെക്കാൾ അല്ലാഹുവും അവന്റെ റസൂലും നമ്മുടെ മനസ്സിലുണ്ടോ? ഇതാണ് നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യം. നമ്മുടെ മനസ്സിൽ ഈമാനുണ്ടോ? നമ്മുടെ ഈമാൻ എവിടെയാണ്? ഒരു കാനേശുമാരി കണക്ക് മുസ്ലിം ജനസംഖ്യയുടെ കൂട്ടത്തിൽ ഒരു കേവലമായ അംഗമാണോ ഞാനും നിങ്ങളും? അതോ അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറും മിനൽ മുഅ്മിനിൽ ലഈഫ്, നല്ല കവിയായ അചഞ്ചലമായ വിശ്വാസമുള്ള ഒരു ഈമാനുള്ള വ്യക്തിയാണോ ഞാനും നിങ്ങളും? ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അൽ ഈമാനു ബില്ലാഹ്, ഈമാൻ എന്ന മധുരത്തിലേക്ക് നമ്മൾ വരണം. കേവലമായ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതോ ചില നിയമങ്ങളും ഏതോ ചില സിദ്ധാന്തങ്ങളും നമ്മിലേക്ക് നൽകി എന്ന ഒരു അനുസരണയുടെ ശീലത്തിൽ നിന്ന് നമ്മൾ മുത്തുനബി തങ്ങൾ എന്ന മധുരത്തെ നമുക്ക് നുകരാൻ കഴിയണം.
അള്ളാഹുവിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. ഈമാനിന്റെ മധുരം അനുഭവിക്കാൻ നമുക്ക് കഴിയണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നുകൊണ്ട് നമ്മുടെ വീട് വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ കഴിയണം. നമ്മുടെ മക്കളെ വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ കഴിയണം. നമ്മുടെ ഉപ്പയെയും നമ്മുടെ ഭൗതികമായ സമ്പത്ത് വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ കഴിയണം. ഇത് സച്ചരിതരായ സ്വഹാബത്തിന്റെ മാർഗമാണ്. മഹാനരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഒന്നാമത്തെ ഖലീഫയാണ്. വലിയ മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവാണ്. മഹാന്മാരായ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർക്കിടയിൽ മറ്റൊരഭിപ്രായമില്ല. അത്രയും വലിയ അത്യുന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന മഹാനരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വലിയ ഒരു ഭാഗ്യം ലഭിച്ചു. അത് സ്വഹാബത്തിന് എല്ലാവർക്കും ലഭിക്കാത്ത ഭാഗ്യമാണ്. എന്താണ് ആ ഭാഗ്യം? തന്റെ കുടുംബത്തിലെ എല്ലാവരും ഇസ്ലാമിലേക്ക് വന്നു. തന്റെ കുടുംബത്തിലെ ഉപ്പയും ഉമ്മയും ഉൾപ്പെടെയുള്ള എല്ലാവരും ഇസ്ലാമിലേക്ക് വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയായ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഇസ്ലാമിലേക്ക് വരുന്നത് മക്കാ ഫത്ഹിന്റെ പശ്ചാത്തലത്തിലാണ്. ആ മക്കാ ഫത്ഹിന്റെ പശ്ചാത്തലത്തിൽ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ മഹാനരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ സന്തോഷത്തിലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സന്തോഷ നിർഭരമായ സാഹചര്യത്തെ വരവേൽക്കാൻ വളരെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വലിയ സന്തോഷമില്ല. വലിയ സന്തോഷത്തിന്റെ മുഖഭാവമല്ല, മറിച്ച് ഒരു ആശങ്കയുടെ, ഒരു ദുഃഖത്തിന്റെ നിഴലാണ് അവരുടെ മുഖത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. അപ്പ സ്വഹാബത്തിന്റെ ചോദ്യം, എന്താണ് സിദ്ദീഖ് തങ്ങളെ നിങ്ങളിങ്ങനെ സന്തോഷിക്കേണ്ട സമയത്ത് ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതെന്താണ് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന ഉത്തരമാണ് മുഅ്മിനീങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത്. എന്റെ ഉപ്പ ഇസ്ലാമിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അത് എനിക്ക് വലിയ സന്തോഷമാണ്, ശരി തന്നെ. പക്ഷേ എന്റെ ജീവന്റെ ജീവനായ, എന്റെ ജീവനേക്കാളും ഞാൻ സ്നേഹിക്കുന്ന എന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പയായ അബൂ താലിബിനെ ഒരുപാട് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. പക്ഷേ അവിടുത്തെയുടെ ജീവിതത്തിൽ ഇസ്ലാം പ്രത്യക്ഷമായി സ്വീകരിക്കാൻ അവിടുത്തേക്ക് കഴിഞ്ഞില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിറവേറ്റി കൊടുക്കാതെ എനിക്ക് ലഭിച്ചതിൽ എനിക്ക് സന്തോഷമില്ല. എന്തൊരു വലിയ വാക്കാണ് പ്രിയമുള്ളവരെ. അങ്ങനെയാണ് മുഴുവൻ സ്വഹാബത്തിന്റെയും മനതലമുള്ളത്. നമ്മൾ ആലോചിക്കേണ്ടത് അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബു ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും അവന്റെ റസൂലും നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസിൽ വരുന്നുണ്ടോ കൂട്ടുകാരാ? നമ്മുടെ കൈവെള്ളയിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ, മിന്നിമറയുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ, അള്ളാഹുവിന്റെ ദീന് വിലക്കിയ ദൃശ്യങ്ങൾ നിന്റെ കൺവെളിച്ചത്തിലേക്ക് വരുമ്പോൾ,
ക്ലോസ് ബട്ടൺ അടിക്കാൻ നിനക്ക് ഈമാനുണ്ടോ? അതാണ് അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബു ഇലൈഹി മിമ്മാ സിവാഹുമാ എന്ന് പറയുന്നതിന്റെ താല്പര്യം. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾക്ക് നമുക്ക് പ്രാമുഖ്യം നൽകാൻ കഴിയണം. പുതിയ ജീവിത സാഹചര്യത്തിൽ നമ്മെ പല പ്രലോഭനങ്ങളും നമ്മെ പിടിച്ചു വലിക്കും. അപ്പോഴെല്ലാം നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ്, നമ്മുടെ മുൻഗണന ആർക്കാണ് കൊടുക്കേണ്ടത്? അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബു ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾക്ക് നമുക്ക് പ്രാമുഖ്യം കൊടുക്കാൻ കഴിയണം. അല്ലാഹുവിന്റെ ദീനിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾക്ക് നമുക്ക് മുൻഗണന കൊടുക്കാൻ കഴിയുന്നുണ്ടോ? എത്രയെത്ര കല്യാണങ്ങൾ, എത്രയെത്ര സൽക്കാരങ്ങൾ നമ്മുടെ പരിസരങ്ങളെല്ലാം നടക്കുന്നു. വലിയ ദീനീ ബോധം ഉണ്ട് എന്ന് അവകാശപ്പെടുന്നവർ അല്ലെങ്കിൽ അങ്ങനെ പെരുമാറുന്നവർ തന്നെ കല്യാണത്തിന്റെ ദിവസം എത്ര സംസ്കാരശൂന്യമായ നടപടികളാണ് കൈക്കൊള്ളുന്നത്. അവിടെ അല്ലാഹുവിന്റെ ദീനിന് സ്ഥാനമുണ്ടോ? അവിടെ അല്ലാഹുവിന്റെ ദീനിന് സ്ഥാനമുണ്ടോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കല്യാണമായതുകൊണ്ട് എന്ത് പേക്കൂത്തും അനുവദിക്കാം എന്നതാണോ ഒരു മുഅ്മിനിന്റെ ചിന്ത? കല്യാണത്തിന്റെ അന്നേ ദിവസം യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, അന്ന് അല്ലാഹ് ഹലാലാക്കിയതെല്ലാം ഹറാമാക്കിയതെല്ലാം ഹലാലാകുന്നു എന്നാണോ? അല്ലല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നല്ല ജാഗ്രത വേണം. അതാണ് വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ ഈമാനുള്ളവരെ, മുഅ്മിനീങ്ങളുടെ വിളിപ്പേര് വിളിച്ചുകൊണ്ട് ഖുർആൻ പറയുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ ഈമാൻ പുൽകാൻ ഭാഗ്യം ലഭിച്ച സത്യവിശ്വാസികളെ, ആമിനൂ, നിങ്ങൾ നിങ്ങളുടെ ഈമാനിന്റെ വിഷയത്തിൽ നിങ്ങൾ നന്നായി ഒന്ന് ശ്രദ്ധിക്കണേ. നിതാന്തമായ ശ്രദ്ധ നിങ്ങളുടെ ഈമാനിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് വേണേ. അതാണ് നമ്മുടെ പ്രമേയം. ആമിനോ, നിങ്ങൾ നിങ്ങളുടെ ഈമാനിന്റെ വിഷയത്തിൽ നിതാന്തമായ ശ്രദ്ധയുള്ളവരാകണം. പുതിയ കാല ഇന്ത്യൻ അവസ്ഥയിൽ നമ്മൾ ഫാസിസത്തെ പ്രതിരോധിക്കാൻ നമ്മൾ എത്രയോ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. മുസ്ലിം സമുദായം ന്യൂനപക്ഷം എന്ന നിലയിൽ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ പ്രതിസന്ധിയുടെ ആഴം തിരിച്ചറിയുന്നവനാണോ നീയെങ്കിൽ അവിടെ ഖുർആൻ നിന്നോട് പറയുകയാണ്, ആമിനൂ, നീ ഈമാനുള്ളവനാകണേ. ഫാസിസത്തെ പ്രതിരോധിക്കണോ? നീ നല്ല മുഅ്മിനാകണം. നീ 2 പേരെങ്കിലും ഒരു ദിവസം ചുരുങ്ങിയത് ഖുർആൻ ഓതാറുണ്ടോ? 5 വഖത്ത് നിസ്കരിക്കാറുണ്ടോ? ബാബരി മസ്ജിദ് പൊളിച്ചു, അവിടെ ഹൈന്ദവ ക്ഷേത്രം പണിയുന്നു. അപ്പുറത്ത് മുസ്ലിങ്ങൾ വ്യാപകമായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പുറത്ത് മുസ്ലിം സമുദായം വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ എപ്പോഴും വിളിച്ചു പറയുന്നു. എന്നിട്ട് തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചത് കൊണ്ട് മാത്രമായില്ല. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുകയാണ്, ആമിനൂ, നിങ്ങൾ നല്ല ഈമാനുള്ളവരാകണം. അങ്ങനെ ഈമാനുള്ളവരായാൽ നിങ്ങൾക്ക് അല്ലാഹു വലിയ വിലാസം തരും. അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. അൻതുമുൽ അലൗന, നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും ഉന്നതർ.
എപ്പോൾ ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങളൊരു പ്രതിലോമ ശക്തികളെയും നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഒരു രാഷ്ട്രീയ തമ്പുരാനെയും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഇവിടുത്തെ ഭൗതികമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല, സർവായുധ വിഭൂഷിതരായ ശത്രു സൈന്യത്തെ നിങ്ങൾ പേടിക്കേണ്ടതില്ല. അൻതുമുൽ അലൗന ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ ഈമാനുള്ളവരാണോ, നിങ്ങൾ ഈമാനുള്ളവരാണോ? ഇതാണ് ഖുർആനിന്റെ ചോദ്യം. അതുകൊണ്ട് പുതിയ കാലത്ത് ജീവിക്കുന്ന എൻ്റെ പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മുടെ ഈമാനിന്റെ വിഷയം നമ്മൾ നന്നായി ഒന്ന് ശ്രദ്ധിക്കണേ. പുതിയ കാലം ധാരാളം പ്രലോഭനങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മെ. ധാരാളം പുതിയ പുതിയ സാഹചര്യങ്ങൾ നമ്മെ പിടിച്ചു വലിക്കുകയാണ്. നമ്മെ പിടിച്ചു വലിക്കുന്നതെങ്ങോട്ടാണ്? തെറ്റുകളിലേക്കാണ്. നമ്മെ പിടിച്ചു വലിക്കുന്നതെങ്ങോട്ടാണ്? തെമ്മാടിത്തരങ്ങളിലേക്കാണ്. നമ്മെ പിടിച്ചു വലിക്കുന്നത് തോന്നിവാസങ്ങളുടെയും അക്രമങ്ങളുടെയും വഴിയിലേക്കാണ്. അപ്പ നമ്മൾ ഉച്ചൈസ്തരം നമുക്ക് പറയാൻ കഴിയണം, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഞാനൊരു ആത്മാഭിമാനമുള്ള മുഅ്മിനാണ്, മുസ്ലിമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈമാനിന്റെ വിഷയം നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രതിസന്ധികളുടെയും പരിഹാരമാണ് ആമിനു. നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന മുഴുവൻ അപവാദങ്ങളുടെയും പരിമിതികളുടെയും പരിഹാരമാണ് ആമിനു. നിങ്ങൾ വിശ്വാസികളാകണം, നിങ്ങൾ ശരിക്കുമുള്ള വിശ്വാസികളാകണം, നിങ്ങൾ ശരിക്കുമുള്ള വിശ്വാസികളാകണം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയാണ്, ഹബീബായ മുത്തുനബി തങ്ങൾ പറയുകയാണ്, ഈ ഉമ്മത്തിനെ കുറിച്ച്, ഈ ഉമ്മത്തിന്റെ ആധുനിക കാലഘട്ടത്തിൽ ആഖിറുസ്സമാനിൽ ജീവിക്കുന്ന നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി തങ്ങൾ പറയുകയാണ്, ഈ ഉമ്മത്തിനെ പാത്രത്തിൽ വളമ്പിയ ഭക്ഷണം പോലെ ആ ഭക്ഷണപാത്രത്തിലേക്ക് കഴുകന്മാരും മറ്റ് മൃഗങ്ങളും ഇങ്ങനെ ധൃതി പിടിച്ച് വേട്ടയാടി ആ ഭക്ഷണം കഴിക്കുന്നത് പോലെ ഈ ഉമ്മത്തിന്റെ വിരുമാറിലേക്ക് നമ്മുടെ ശത്രുക്കൾ കടന്നു വന്നുകൊണ്ട് അവര് നമ്മെ നശിപ്പിക്കുന്നതാണ് സ്വഹാബ എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ, തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തപ്പോൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന് വലിയ അത്ഭുതം. ഈ ഇസ്സത്തുള്ള, ഈ അഭിമാനമുള്ള, വലിയ പ്രൗഢിയുള്ള ഈ ഉമ്മത്തിന് അങ്ങനെ ഒരു ഗതി വരുമോ നബിയേ? അപ്പൊ സ്വഹാബത്തിന്റെ ചോദ്യം, സ്വഹാബത്തിന്റെ സംശയം, അവമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദി യാ റസൂലല്ലാഹ്, ഓ ഹബീബായ നബിയേ, അന്ന് ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കുമോ നബിയേ? അന്ന് ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കുമോ നബിയേ? കാരണം ഒരു ടേബിളിൽ വിളമ്പി വെച്ച പാത്രം, ആ പാത്രത്തിലുള്ള ഭക്ഷണത്തിലേക്ക് നമ്മൾ വിശപ്പിനനുസരിച്ച് വളരെ ധൃതിപ്പെട്ട് ഭക്ഷിക്കും. അതുപോലെ ആ പാത്രത്തിൽ വിളമ്പി വെച്ച ഭക്ഷണത്തിലേക്ക് ആർത്തിയോടെ ശത്രുക്കൾ തിന്നുന്നത് പോലെ ഈ ഉമ്മത്തിന്റെ വിരുമാറിലേക്ക്, ഈ ഉമ്മത്തിന്റെ നെഞ്ചിലേക്ക് ശത്രുക്കൾ കടന്നു വരുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്.
അത്രയും വിലയില്ലാത്ത, അത്രയും വില കുറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് ഈ ഉമ്മത്ത് കടന്നു വരുമെന്ന് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളങ്ങ് പറഞ്ഞപ്പോ അന്ന് നമ്മൾ കുറച്ചാളുകളല്ലേ നബിയേ ഉള്ളൂ എന്നാണ് സ്വഹാബത്തിന്റെ ചോദ്യം. അവമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്, ഓ ഹബീബായ തങ്ങളെ, ഞങ്ങൾ അപ്പോൾ ന്യൂനപക്ഷമല്ലേ നബിയേ? ഇസ്ലാമിക സമൂഹം ന്യൂനപക്ഷമായിരിക്കൂല നബിയേ? അല്ല അല്ല. ഹബീബായ റസൂലുള്ളാന്റെ മറുപടി കേട്ടോ, ബൽ അൻതും കസീർ, ന്യൂനപക്ഷമല്ല നിങ്ങൾ, ന്യൂനപക്ഷമല്ല നിങ്ങൾ, എണ്ണത്തിൽ ധാരാളമുണ്ട് സഹാബ, നിങ്ങൾ എണ്ണത്തിൽ ധാരാളം ഉണ്ടായിരിക്കും സഹാബ. പക്ഷേ അതാണ് പ്രശ്നം. ഒരു മഴ ശക്തമായി മഴയും കാറ്റുമൊക്കെ വന്നാൽ പർവ്വതത്തിന്റെ ഉയരത്തിൽ നിന്നും വെള്ളം ഒലിച്ചു വരുമ്പോൾ ആ വെള്ളത്തിന്റെ കൂടെ ചപ്പു ചവറുകൾ ഒലിച്ചു വരൂലേ സ്വഹാബ? ആ ചപ്പു ചവറുകളെ പോലെ നമ്മുടെ മുസ്ലിം സമുദായം മതപ്പതിക്കും സ്വഹാബ എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്താണ് മലനിരക്കിൽ നിന്ന്, പർവ്വതത്തിന്റെ ശിഖരത്തിൽ നിന്ന് വെള്ളം ഒലിച്ചു വരുമ്പോൾ ആ വെള്ളത്തിന്റെ കൂടെ ചപ്പുചവറുകൾ ഉണ്ടാകുമല്ലോ. ആ ചപ്പുചവറുകളെ പോലെ മുസ്ലിം സമുദായം ആത്മാഭിമാനം നഷ്ടപ്പെട്ട ഒരു ചപ്പുചവറായി തീരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്താണ് ചപ്പുചവറാകാനുള്ള, അല്ലെങ്കിൽ മൂല്യമില്ലാത്തവരാകാനുള്ള കാര്യം എന്താണ്? തഖ്വയില്ലാത്തവരായി മുസ്ലിം സമുദായം വരും. ഈമാനിന്റെ മധുരമില്ലാത്തവരായി മുസ്ലിം സമുദായം മതപ്പതിക്കും. ഇബാദത്തുകളുടെ മാധുര്യം അനുഭവിക്കാത്ത ഉപരിപ്ലവമായ കാര്യങ്ങളിൽ മാത്രം എങ്കേജായി ജീവിക്കുന്ന ഒരു തലമുറയെക്കുറിച്ചാണ് ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഗുസാഉൻ കഗുസാഇസ് സൈലി, ഒരു അത്രയും മതപ്പതിച്ച മൂല്യമില്ലാത്ത മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിനൊരു അഭിമാനമുണ്ട്, ഈ ഉമ്മത്തിനൊരു ഇസ്സത്തുണ്ട്, ഈ ഒരു പ്രൗഢിയുണ്ട്. ആ പ്രൗഢിയെല്ലാം മാറിപ്പോയി മറ്റ് സമുദായങ്ങൾക്കിടയിൽ പോലും മ്ലേച്ഛന്മാരായി തീരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ ഈമാനുള്ള കൂട്ടുകാരെ, ഈമാനിലേക്ക് വരണം. അവിടെയും നമുക്ക് പറയാനുള്ളത് ആമിനൂ, നമ്മൾ ഈമാനിന്റെ വിഷയത്തിൽ നിതാന്തമായ ഒരു ജാഗ്രത വേണേ. നമ്മുടെ മഹാന്മാരെല്ലാം അവരെല്ലാവരും വിജയിച്ചതെങ്ങനെയാണ്? അല്ലാഹു എന്ന അചഞ്ചലമായ ശക്തിയിൽ അവർക്കുണ്ടായിരുന്ന വിധേയത്വം, അവർക്കുണ്ടായിരുന്ന അഭിനിവേശം, അവർക്കുണ്ടായിരുന്ന ബന്ധം, കണക്ഷൻ എത്ര വലുതാണ്! അവരീ ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ എത്രമേൽ യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയാണ് കണ്ടത്, അവരെത്രമേൽ നല്ല രീതിയിലാണ് കണ്ടത്. ചിന്ത ആർക്കും പണയം വെക്കാതെ. അതുകൊണ്ടാണ് നമുക്ക് പറയേണ്ടി വരുന്നത്, ഈ ലോകത്ത് കടന്നുപോയ ഏത് ചിന്തകന്മാരെക്കാളും, സയന്റിസ്റ്റുകളെക്കാളും, ശാസ്ത്രജ്ഞന്മാരെക്കാളും, ചരിത്രകാരന്മാരെക്കാളും ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരാരാണെന്ന് ചോദിച്ചാൽ അവരാണ് ഔലിയാഉർ റഹ്മാൻ, അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്.
കാരണം ഈ ശാസ്ത്രജ്ഞൻ ഈ ഭൗതികമായ ലോകത്തെ വിജയിച്ചിട്ടുള്ളൂ. ഈ ചരിത്രകാരൻ ഈ ഭൗതികമായ ലോകത്തിന്റെ ചരിത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. ഈ ഭൗതികമായ വരകൾക്കപ്പുറം ആത്മീയമായ അതിരുകൾക്കപ്പുറത്തേക്കുള്ള ലോകത്തെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാണാൻ കഴിഞ്ഞവനാണ് യഥാർത്ഥ ബുദ്ധിമാനെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത് ഈ ലോകത്തെ കാണാനുള്ള നമുക്ക് അല്ലാഹു തന്ന എൻട്രൻസ് ആണ്. ഈ ലോകത്തിന്റെ ചരിത്രങ്ങളെയും ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെയും യാഥാർത്ഥ്യ ബോധത്തോടുകൂടി വിലയിരുത്താനുള്ള ഒരു ശേഷിയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, മഹാന്മാരായ ആളുകളെല്ലാം വിജയിച്ചത് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിച്ചപ്പോഴാണ്. എത്രയോ മഹാന്മാരുടെ ചരിത്രം നമുക്കറിയാം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നല്ലോ, അർശിന്റെ തണൽ ലഭിക്കുന്ന നാളെ മഹ്ശറിൽ വളരെ ഭയാനകരമായ സാഹചര്യം അഭിമുഖീകരിക്കുമ്പോൾ അർശിന്റെ തണൽ ലഭിക്കുന്ന എത്രയോ വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങളിൽപ്പെട്ട ഒരു വിഭാഗമാണ് ബകാമിൻ ഖസിയത്തില്ലാഹ്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘമായി കൊണ്ടുപോകുന്നില്ല, ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ബകാമിൻ ഖസിയത്തില്ലാഹ്, അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരഞ്ഞവരാണ് വിജയികളെല്ലാം. മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇരിപ്പുകളെയും നടപ്പുകളുടെയും അവിടുത്തെ മുഴുവൻ വ്യവഹാരങ്ങളെയും ഒപ്പിയെടുത്ത് ഹദീസ് ലോകത്ത് അതുല്യമായ നക്ഷത്രമാണ്. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരണാസന്നനായി അങ്ങ് കിടക്കുമ്പോൾ അവിടുന്ന് വലിയ രീതിയിൽ കരയുകയാണ്. വലിയ സ്വഹാബത്തിന്റെ വലിയ സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരയുമ്പോൾ ചുറ്റും കൂടിയ സ്വഹാബത്ത് ചോദിക്കുകയാണ്, എന്തിനാണ് കരയുന്നത്? എന്തിനാണ് അബൂ ഹുറൈറ തങ്ങളെ നിങ്ങൾ കരയുന്നത്? എന്തിനാണ് കരയുന്നത്? അങ്ങ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വിശേഷപ്പെട്ട സ്വഹാബിയാണ്. അങ്ങ് ഒരുപാട് ഉന്നതമായ സേവനങ്ങൾ ഈ ദീനിന് വേണ്ടി ചെയ്ത മഹാനാണ്. അതുകൊണ്ട് അങ്ങേക്ക് കരയേണ്ടതില്ലല്ലോ, അങ്ങേക്ക് സങ്കടപ്പെടേണ്ടതില്ലല്ലോ. പിന്നെ എന്തിനാണ് കരയുന്നത് അബൂ ഹുറൈറ തങ്ങളെ എന്ന് മഹാനവറുകളോട് ചോദിച്ചപ്പോൾ, ലാ അബ്കി അലാ ദുനിയാകും ഹാദിഹി, ഞാൻ ഈ ചെറിയ ദുനിയാവിന് വേണ്ടി ഇത് ആലോചിച്ചുകൊണ്ട് കരയുകയല്ല, വലാകിന്നി അബ്കി അലാ ബൂദി സഫരി വഖില്ലത്തി സാദി. അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, ഓ എൻ്റെ ഈമാനുള്ള ഉമ്മമാരെ, എൻ്റെ ഈമാനുള്ള കൂട്ടുകാരെ, ശബ്ദം ശ്രവിക്കുന്ന സ്നേഹജനങ്ങളെ, നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു വാക്കാണ്. അബൂ ഹുറൈറ തങ്ങൾ മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്ന സമയത്ത് പറയുകയാണ്, ഞാനൊരു വലിയ യാത്രക്ക് പോവുകയാണ്. അലാ ബൂദി സഫരി, ഞാനൊരു വലിയ യാത്രക്ക് പോവുകയാണ്. അത് കേവലമായ ഒരു യാത്രയല്ല, അത് മരണം എന്ന് പറയുന്ന യാത്രയാണ്. അൽ മൗതു ബാബും വകുല്ലുൻ നാസി ദാഖിലുഹു, മരണം എന്ന് പറയുന്ന കവാടമുണ്ട്. ആ കവാടം അങ്ങ് കടന്നാൽ അനന്തമായ ലോകമാണ്. അവിടെ 100 കൊല്ലമാണോ അല്ല, 1000 കൊല്ലമാണോ അല്ല, 10,000 കൊല്ലമാണോ അല്ല. ഇങ്ങനെ ഞാൻ എണ്ണി എണ്ണി എന്നെ കൊണ്ട് എത്ര എണ്ണം പറയാൻ സാധ്യമാവുമോ അതിനേക്കാളെല്ലാം അനന്തമായ ഒരു ലോകത്തേക്ക് ഞാൻ യാത്രയാവുകയാണ്.
പക്ഷേ വഖില്ലത്തി സാദി, എന്റെ കയ്യിൽ ആ വലിയ യാത്രക്കുള്ള മതിയായ ചരക്കുകളില്ല സ്വഹാബ. ആ യാത്രക്ക് ഉപയോഗിക്കാനുള്ള സംവിധാനം എന്റെ കയ്യിലില്ല സ്വഹാബ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ, അത്രയും അത്യുന്നതമായ വിലാസമുള്ള അബൂ ഹുറൈറ തങ്ങൾക്ക് അങ്ങനെ കരയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ ഭൗതികമായ അപഭ്രംശങ്ങളേറ്റ് മൂല്യമില്ലാത്ത ചപ്പുചവറുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും ഒരു നിമിഷമൊന്നാലോചിക്കണം. നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറയും. ആ വിട പറയുന്ന ഡേറ്റ് എന്നാണ് എന്നേ നമുക്കറിയാത്തതുള്ളൂ. ഇന്ന് പോകുമോ നാളെ പോകുമോ എന്നതിലെ സംശയമുള്ളൂ. അതുകൊണ്ട് ആ മരണത്തിന് വേണ്ടി നമ്മളൊന്ന് തയ്യാറാകേണ്ടതില്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ? നമ്മുടെ ഭൗതികമായ കോലാഹലങ്ങളിൽ, ഈ ഭൗതികമായ ആർപ്പുവിളികളിൽ ഇത്തരം അടിസ്ഥാനപരമായ ചിന്തകൾ നമ്മളിൽ നിന്നും വിട്ടുപോവുകയാണ്. ഇവിടെയാണ് പ്രിയമുള്ളവരെ സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം, SSF എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം, വളർന്നു വരുന്ന പുതിയ തലമുറകളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ ബോധം കുത്തിവെക്കാൻ, അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ഈ ബോധം കുത്തിവെക്കാൻ, നല്ല ഒരു തലമുറയാക്കി നമ്മുടെ തലമുറയെ വളർത്തിയെടുക്കാൻ SSF പണിയെടുക്കുകയാണ്. SSF പദ്ധതികൾ ഒരുക്കുകയാണ്. ഞങ്ങൾക്ക് ആവേശത്തോടുകൂടി പറയാൻ കഴിയും, നമ്മുടെ തൃത്താല ഡിവിഷനിൽ എത്രയോ കൂട്ടുകാരുണ്ട്. SSFന്റെ മെമ്പർഷിപ്പ് എടുത്ത 1300-ലധികം കൂട്ടുകാർ തൃത്താല ഡിവിഷനിൽ മാത്രമുണ്ട്. ഈ 1300-ലധികം മെമ്പർഷിപ്പ് എടുത്ത പ്രവർത്തകരെ കുറിച്ച് ഞങ്ങൾക്ക് പറയാൻ കഴിയും, അവർ സ്വർഗത്തിന്റെ പാതയിലാണെന്ന്. അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരാണെന്ന്. അവർ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് 5 വഖത്ത് നിസ്കരിക്കുന്നവരാണെന്ന്. അതുകൊണ്ട് നമ്മുടെ മക്കളെ SSFന്റെ വഴിയിലേക്ക് പറഞ്ഞു വിടണം. അത് എന്തിനാണ് ഉമ്മ, അത് എന്തിനാണ് ഉപ്പ? നമുക്ക് ഭൗതികമായ ഒരു സാമ്രാജ്യം പണിയാനല്ല. നിങ്ങളറിയുമോ, കഴിഞ്ഞ ദിവസം മരണപ്പെട്ടുപോയ ആക്കോട് TC ഉസ്താദ് എന്ന് പറയുന്ന വലിയ ഒരു മഹാൻ, വലിയ ഒരു പണ്ഡിതനായ സഖാഫി, ആ പണ്ഡിതനായ സഖാഫി മരണപ്പെടുമ്പോൾ, ആ മരണപ്പെടുന്നതിന്റെ ഒരാഴ്ച മുമ്പ് തന്റെ മകനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ആ മകൻ എന്ന് പറയുന്നത് ഭൗതികമായി വലിയ ഡിഗ്രിയുള്ള മകനാണ്, വലിയ ശേഷിയുള്ള കാലിബറുള്ള, നന്നായി പഠിക്കാൻ പറ്റുന്ന മകനാണ്. ആ മകനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, മോനെ, നീ വലിയ ഭൗതികമായ രംഗത്ത് നീ ഉന്നതങ്ങളിലെത്തണമെന്ന് അത് എന്റെ ഒരു നിർബന്ധമല്ല. പക്ഷേ എനിക്കൊരു നിർബന്ധമുണ്ട്, എനിക്കൊരാശയുണ്ട്, എനിക്കൊരു പ്രതീക്ഷയുണ്ട്. നീ ഒരു ഇൽമിന്റെ അഹ്ലുകാരനാവണം, നീ ഒരു ആലിമാവണം, നീ അല്ലാഹുവിന്റെ ദീനിന്റെ ഒരു വലിയ പ്രവർത്തകനാകണം എന്ന് പറഞ്ഞുകൊണ്ട് മകനെ ഉപദേശിച്ച് ഒരാഴ്ച അങ്ങ് പിന്നിടുമ്പോഴേക്ക് ആ സഖാഫി അങ്ങ് വിട പറയുകയാണ്. ഇന്നാ ലില്ലാഹ്. ആ പ്രിയപ്പെട്ട മകൻ ഖബറിന്റെ അരികിൽ മുതഅല്ലിമായ മകൻ ദുആ ചെയ്യുമ്പോ, പ്രിയമുള്ളവരെ, അങ്ങനെ ആ ഖബറിൽ കിടക്കുമ്പോ, ഒറ്റക്ക് ആ മണ്ണിന്റെ അടിയിൽ ഇരുട്ടറയിൽ കിടക്കുമ്പോ, നിങ്ങളുടെ എഞ്ചിനീയർ മാത്രമായ മകൻ ചിലപ്പോ ഖബറിലേക്ക് വരൂല. നിങ്ങളുടെ ഡോക്ടർ മാത്രമായ മകൻ ഒരു പക്ഷേ ഖബറിന്റെ അരികിലേക്ക് വരൂല. അവര് നിങ്ങൾക്ക് ധാരാളം ഭൗതികമായ സാമ്രാജ്യങ്ങൾ തന്നേക്കാം, പണം തന്നേക്കാം, ഭൗതികമായ സൗകര്യങ്ങൾ ഒരുക്കി തന്നേക്കാം. പക്ഷേ ഒരു SSFകാരനായ മകനെ കൊണ്ട് ലഭിക്കുന്നത് നാളെ ആഖിറത്തിലെ സന്തോഷമാണ് ഉമ്മ.
അതുകൊണ്ട് സ്റ്റുഡൻസ് കോൺഗ്രസ് കുമരനെല്ലൂരിൽ നടക്കുമ്പോ ഇൻഷാ അല്ലാഹ് സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഒരു മനോഹരമായ പരിപാടി നടക്കുകയാണ്. അതിന്റെ ഭാഗമായി ധാരാളം പദ്ധതികൾ നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന വ്യാഴാഴ്ച ഞങ്ങളുടെ ഡിവിഷനിൽ നിന്നും തെരഞ്ഞെടുത്ത പ്രവർത്തകരുടെ പദയാത്ര തെരുവുകളിലൂടെ പ്രിയപ്പെട്ട കൂട്ടുകാർ നടത്തുകയാണ്. അതെല്ലാം അവരുടെ ആഖിറത്തിലേക്കുള്ള വലിയ സമ്പാദ്യമാണ് കൂട്ടുകാരെ. നമുക്കതുകൊണ്ട് SSFലൂടെ സ്വർഗത്തിലെത്തണം. മഹാന്മാരായ നമ്മുടെ മശായിഖുമാർ ഉസ്താദുമാരുടെ വഴിയിൽ, ആ പാതയിൽ നമുക്ക് സഞ്ചരിക്കണം. അങ്ങനെ സഞ്ചരിക്കുമ്പോ, ആ വഴിയിൽ സഞ്ചരിക്കുമ്പോ നമ്മെ പിന്തിരിപ്പിക്കാൻ ഭൗതികമായ ധാരാളം പ്രലോഭനങ്ങൾ ഉണ്ടാകും. വലിയ അപകർഷതാബോധം നമ്മെ പിടികൂടും. തൊപ്പിയിട്ട് തെരുവിലിറങ്ങിയാൽ നാലാള് എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് പറയാം. പക്ഷേ അതൊന്നും വകവെക്കാതെ അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിന്റെ ഈമാനിന്റെ മധുരം നെഞ്ചേറ്റിയ SSFകാരനാണോ, ആ SSFകാരൻ ഇൻഷാ അല്ലാഹ് നാളെ സ്വർഗത്തിലെത്തുന്നത് വരെ പണിയെടുക്കും. ആ SSFന്റെ കൊടിക്കീഴിൽ ഇഖ്ലാസോടുകൂടി പണിയെടുക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദീർഘമായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, നമുക്കെല്ലാവർക്കുമുള്ള വലിയ ഒരു ആശയാണ്, വലിയ ഒരു പ്രതീക്ഷയാണ്. ഈ വെളിച്ചം കെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നൂറുൻ അലാ നൂർ, വെളിച്ചത്തിന്റെ മേലെയുള്ള വെളിച്ചമായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്, തങ്ങളോടുള്ള സ്നേഹം, ആ സ്നേഹം നമുക്ക് അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഖൽബിന്റെ ഉള്ളിൽ, അകക്കൽബിന്റെ അന്തരാളങ്ങളിൽ എവിടെയെങ്കിലും റസൂലുള്ളാഹിനോട് മഹബ്ബത്തുള്ളവർക്ക് എല്ലാവർക്കും വലിയ ആശയാണ്, എല്ലാവർക്കും ആഗ്രഹിക്കാനുള്ളത് വമതാ അഫൂദു ബിനളറതി യാ സയ്യിദി വമതാ ഉകഹിലു മിൻ സറാക ജുഫൂനി. എപ്പോഴാണ് ഹബീബായ നബിയെ അങ്ങയുടെ മദീനയിലേക്ക് ഞങ്ങൾക്കൊന്നെത്താൻ കഴിയുക? എപ്പോഴാണ് ഹബീബായ നബിയെ അങ്ങയുടെ മദീനയിലെ മണ്ണുകൊണ്ട് ഞങ്ങൾക്ക് കണ്ണിലൊന്ന് സുറുമയിടാൻ കഴിയുന്നത്? നമുക്കെല്ലാവർക്കും എത്രയും വേഗത്തിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലെത്താൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. ഹബീബായ മുത്തുനബി തങ്ങളെ അതിരറ്റ് സ്നേഹിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനേ. ഹബീബായ തങ്ങളുടെ ദീനിന് വേണ്ടി നന്നായി പ്രവർത്തിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനേ. ഹബീബായ തങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിന്റെ അറ്റത്തിന് മുമ്പ് ഒരുപാട് തവണ ഞങ്ങൾക്ക് മനാമിൽ കാണാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനേ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ കൂറ്റനാട് സർക്കിളിലെ പഴയകാലം മുതൽ തന്നെ വലിയ പ്രവർത്തകനായ ബഷീറുട്ടിക്ക, അതുപോലെ കൂറ്റനാട് സെക്ടർ പ്രവർത്തകൻ ഷിബിലുവിൻ്റെ വെല്ലുപ്പ, ബഷീറുട്ടിക്കാടെ ഉപ്പയും ഷിബിലുവിൻ്റെ വെല്ലുപ്പയുമായ അദ്ദേഹം കൊറോണ പോസിറ്റീവായി കുറച്ച് സീരിയസ് ആണ്, പ്രത്യേകമായി ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാഹ് കൊണ്ട് അല്ലാഹു അവിടത്തേക്ക് ആജിലായ ശിഫാ നൽകുമാറാകട്ടെ. പൂർവകാല ആരോഗ്യം വീണ്ടെടുക്കാൻ അല്ലാഹു എത്രയും പെട്ടെന്ന് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയോ പ്രവർത്തകർ, അഭ്യുദയകാംക്ഷികൾ, സ്നേഹജനങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്.
അള്ളാഹു അവർക്കെല്ലാവർക്കും വലിയ ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് SSFന്റെ സ്റ്റുഡൻസ് കോൺഗ്രസ് 28, 29 തീയതികളിൽ കുമരനെല്ലൂരിൽ വെച്ച് നടക്കുകയാണ്. ധാരാളം ആളുകൾ അതിലേക്ക് സഹകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ നിലക്കും അവർക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും ഏറ്റി നൽകുമാറാകട്ടെ. അവർക്ക് ആ സഹായം കൊണ്ട് അള്ളാഹു അവർക്ക് ഭൗതികമായ ലോകത്ത് തന്നെ അതിൻ്റെ ഇരട്ടി സമ്പത്ത് അധികരിപ്പിക്കുമാറാകട്ടെ. SSF എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ എത്രയോ പ്രവർത്തകർ ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവരുടെ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഡിവിഷനിൽ നിന്നും മരണപ്പെട്ടു പോയ അസ്ലം തലക്കശ്ശേരി ഉൾപ്പെടെ എത്രയോ പ്രവർത്തകർ, ഞങ്ങളുടെ വല്യപ്പമാര്, വല്യമ്മമാര്, ഉപ്പമാര് ഒക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു അവർക്കെല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് വരും ദിവസങ്ങളിലെല്ലാം നമുക്ക് കൂടുതൽ ദുആ ചെയ്യാം എന്ന് ഓർമ്മപ്പെടുത്തി പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ശബ്ദം ശ്രവിച്ച മുഴുവൻ ആളുകൾക്കും എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മുഴുവൻ സംഘാടനങ്ങളും പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.